NGC ഓൺലൈൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് സെമസ്റ്റർ 2 BA ഇംഗ്ലീഷിന്റെ ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ അഥവാ ഹെൽ എന്നറിയപ്പെടുന്ന പേപ്പറുമായിട്ട് ബന്ധപ്പെട്ട് 2020 മെയ് മാസം കേരള യൂണിവേഴ്സിറ്റി നടത്തിയിട്ടുള്ള ഡിഗ്രി എക്സാമിനേഷന്റെ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു വെച്ച് ആ ക്വസ്റ്റ്യനും അതിന്റെ ആൻസേഴ്സും ഒന്ന് ഡിസ്കസ് ചെയ്യുകയാണ് ഈ ഒരു വീഡിയോയിലൂടെ ചെയ്യുന്നത്. ചാനൽ ഇഷ്ടപ്പെടുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ മറ്റു സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമന്റ് ചെയ്യുക. നമ്മൾ നോക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് സെക്കൻഡ് സെമസ്റ്റർ BA ഡിഗ്രി എക്സാമിനേഷൻ മെയ് 2020 ആണ്. അതായത് 2020 മെയ് മാസം സെക്കൻഡ് സെമസ്റ്റർ ഡിഗ്രി എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഫസ്റ്റ് ഡിഗ്രി പ്രോഗ്രാം അണ്ടർ CBCS സിസ്റ്റം, ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ആൻഡ് ഗ്രൂപ്പ് 2A ഇംഗ്ലീഷ് ആൻഡ് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്. അതായത് നമ്മുടെ ഇംഗ്ലീഷിന്റെ ഡിഗ്രി പ്രോഗ്രാംസ് ആയിട്ടുള്ള ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചറുകാർക്കും അതുപോലെ തന്നെ ഇംഗ്ലീഷ് ആൻഡ് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് പിള്ളേർക്കും രണ്ടുപേർക്കും ഒരുപോലെ വന്ന സെയിം ക്വസ്റ്റ്യൻ ആണ്. കോംപ്ലിമെന്ററി കോഴ്സാണ്. കോഴ്സിന്റെ കോഡ് EN1231 ആൻഡ് CG1231. ഇതാണ് കോഴ്സ് കോഡ് എന്ന് പറയുന്നത്. കോഴ്സിന്റെ പേര് ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ഇത് 2013 അഡ്മിഷൻ തൊട്ടുള്ള സ്റ്റുഡൻസിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യന്റെ പാറ്റേൺ നോക്കുകയാണെങ്കിൽ ആദ്യം നമുക്ക് എല്ലാ എക്സാമും പോലെ തന്നെ മാർക്ക് 80 മാർക്കിനാണ്. ടൈം 3 മണിക്കൂറാണ്. 3 മണിക്കൂർ പരീക്ഷ 80 മാർക്കിന്. അപ്പൊ ഇതിന്റെ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ നോക്കുകയാണെങ്കിൽ ആദ്യം വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ്. അതായത് ആൻസർ ഓൾ ക്വസ്റ്റ്യൻസ്, എല്ലാ ചോദ്യത്തിനും ഉത്തരം എഴുതേണ്ടുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അത് എന്ത് ചെയ്യാം, ഒരു വാക്കിലോ ഒരു വരിയിലോ ഉത്തരം എഴുതാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അങ്ങനത്തെ 10 ക്വസ്റ്റ്യൻസ് ആണ്. ഓരോ ക്വസ്റ്റ്യനും 1 മാർക്ക് വീതം. അങ്ങനെ 10x1 10 മാർക്സ് ആണ് ആ ഒരു സെക്ഷനിൽ നിന്ന് വരുന്നത്. ഇനി രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ആൻസർ എനി 8 ആണ്. അതായത് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്നും ഏതെങ്കിലും 8 എണ്ണം എഴുതുക. അതെങ്ങനെ എഴുതേണ്ടത്? ഈച്ച് ഇൻ എ ഷോർട്ട് പാരഗ്രാഫ് നോട്ട് എക്സീഡിങ് 50 വേർഡ്സ്. 50 വേർഡ്സിൽ കവിയാതെ ഒരു ചെറിയ പാരഗ്രാഫ് ആയിട്ട് ഏതെങ്കിലും 8 എണ്ണത്തിന് ഉത്തരം എഴുതുക എന്ന് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആ ക്വസ്റ്റ്യൻ നമുക്ക് ഓരോ ചോദ്യത്തിനും 2 മാർക്ക് വീതമാണ്. അങ്ങനെ 8 × 2 16 മാർക്സ്, 16 മാർക്കാണ് ആ രണ്ടാമത്തെ സെക്ഷനിൽ നിന്ന് കിട്ടുന്നത്. ഇനി മൂന്നാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ആൻസർ എനി 6, ഏതെങ്കിലും 6 എണ്ണത്തിന് ഉത്തരം എഴുതുക എന്ന് പറഞ്ഞിട്ടുള്ള സെക്ഷൻ ആണ്. അതും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാകും. അതിൽ ഏതെങ്കിലും 6 എണ്ണത്തിന് ഈച്ച് ഇൻ എ പാരഗ്രാഫ് നോട്ട് എക്സീഡിങ് 100 വേർഡ്സ്, 100 വാക്കിൽ കവിയാതെ ഒരു പാരഗ്രാഫ് ആയിട്ട് ഏതെങ്കിലും 6 എണ്ണത്തിന് ഉത്തരം എഴുതുക എന്നുള്ളതാണ് ആ ഒരു സെക്ഷനിൽ വരുന്നത്. ആൻഡ് ലാസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് എസ്എ ക്വസ്റ്റ്യൻ ആണ്. അതായത് 2 ക്വസ്റ്റ്യൻസ് എഴുതുക. ആൻസർ എനി 2, 4 എണ്ണം തന്നിട്ടുള്ളതിൽ നിന്ന് 2 എണ്ണത്തിന് ഉത്തരം എഴുതുക. ഈച്ച് ഇൻ അബൌട്ട് 2 or 3 പേജസ്, 2 or 3 പേജസിലായിട്ട് ഉത്തരം എഴുതുക എന്നതാണ്. ഒരു ക്വസ്റ്റ്യന് 15 മാർക്ക്. അങ്ങനെ 2 × 15, അതായത് 30 മാർക്കാണ് ഈ ഒരു സെക്ഷനിൽ നിന്ന് കിട്ടുന്നത്. അപ്പൊ നമ്മൾ എക്സാമിന്റെ പാറ്റേൺ നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഫസ്റ്റ് സെക്ഷൻ, അതായത് റൈറ്റ് ഓൾ ക്വസ്റ്റ്യൻസ് ഈച്ച് ഇൻ എ വേർഡ് ഓർ സെന്റൻസ് എന്ന് പറയുന്ന ആ ഒരു സെക്ഷൻ ആണ്. അപ്പൊ ഈ ഒരു സെക്ഷന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും എളുപ്പ മാർക്ക് കിട്ടാവുന്ന, അല്ലെങ്കിൽ അവിടെ നിന്നൊക്കെ കണ്ടെഴുതാനും പറ്റുന്ന ഒരു സെക്ഷനാണ് ഈ ഒരു സെക്ഷൻ. കാരണം ഒറ്റ വേർഡിൽ എഴുതിയാലും നമുക്ക് മാർക്ക് കിട്ടുന്ന ഒരു സെക്ഷനാണ്. അപ്പൊ ഇതിനകത്ത് നമുക്ക് 10 ചോദ്യം ഉണ്ടെങ്കിൽ അതിനകത്ത് ഒരു 2 or 3 ചോദ്യങ്ങൾ നല്ലപോലെ പഠിച്ചാൽ മാത്രം, അല്ലെങ്കിൽ ടെക്സ്റ്റ് വായിച്ചാൽ മാത്രം എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടാവും. അതും കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ടെക്സ്റ്റ് വായിച്ചിട്ട് പോയാലാണ് ഈ ഒരു സെക്ഷൻ നമുക്ക് കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ നിങ്ങളുടെ ഭാഗ്യം അനുസരിച്ച് ഈസി ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അറ്റൻഡ് ചെയ്യാനും പറ്റും. അങ്ങനത്തെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് നമുക്ക് തന്നിരിക്കുന്ന ആൻസർ ഓൾ ക്വസ്റ്റ്യൻ ഈച്ച് ഇൻ എ വേർഡ് ഓർ സെന്റൻസ് എന്ന് പറയുന്ന ഫസ്റ്റ് പോർഷനിലുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഫോം ഓഫ് ഡ്രാമ ഡെൽറ്റ് വിത്ത് ലവ് ഇൻട്രീഗ്സ്. ലവ് ഇൻട്രീഗ്സുമായിട്ട് ഡീൽ ചെയ്യുന്ന ഡ്രാമ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് റെസ്റ്റോറേഷൻ ഡ്രാമയാണ്. അഥവാ നമ്മുടെ കോമഡി ഓഫ് മാനേഴ്സ് എന്ന് പറയുന്ന ആ ഒരു പോർഷൻ ആണ്. പേജ് നമ്പർ 54 ആണ്. നമ്മുടെ ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന ആ ഒരു ടെക്സ്റ്റിന്റെ പേജ് നമ്പർ 54-നകത്താണ് ആ ഒരു സാധനം കൊടുത്തിരിക്കുന്നത്. പേജ് നമ്പർ 54-ല് റെസ്റ്റോറേഷൻ കോമഡി ഓർ കോമഡി ഓഫ് മാനേഴ്സ് എന്ന് പറയുന്ന ആ ഒരു സെക്ഷനകത്ത് രണ്ടാമത്തെ പാരഗ്രാഫ്, ദ പ്ലേസ് ഓഫ് ദ റെസ്റ്റോറേഷൻ ഹാവ് എ കോംപ്ലക്സ് സ്ട്രക്ചർ ഓഫ് ഇൻട്രിക്കേറ്റ് പ്ലോട്ട്സ് ആൻഡ് സബ് പ്ലോട്ട്സ് ദാറ്റ് സെന്റർ മെയിൻലി ഓൺ ലവ് ഇൻട്രീഗ്സ്. അപ്പൊ ആ ഒരു വരിയിൽ നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിരിക്കുന്നത് വിച്ച് ഫോം ഓഫ് ഡ്രാമ ഡെൽറ്റ് വിത്ത് ലവ് ഇൻട്രീഗ്സ്. ലവ് ഇൻട്രീഗ്സുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അത് ഡീൽ ചെയ്യുന്ന ഡ്രാമ ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അതിന്റെ ആൻസർ ആണ് റെസ്റ്റോറേഷൻ കോമഡി അഥവാ ദ കോമഡി ഓഫ് മാനേഴ്സ്. ഏതെങ്കിലും ഒരു പേര് എഴുതിയാലും മതി.
ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിരിക്കുന്നത് നെയിം ദ അലിഗറി റിട്ടൺ ബൈ ഡ്രൈഡൻ ഇൻ ഡിഫൻസ് ഓഫ് ദ റോമൻ കാത്തലിക് ചർച്ച്. റോമൻ കാത്തലിക് ചർച്ചിനെ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് എഴുതിയിരിക്കുന്ന ഡ്രൈഡന്റെ അലിഗറി ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ പേജ് നമ്പർ 52-ൽ ഉണ്ട്. പേജ് നമ്പർ 52-ൽ ദ ഹിൻഡ് ആൻഡ് ദ പാന്തർ എന്ന് പറയുന്ന ആ ഒരു വർക്കാണ് അതിന്റെ ആൻസർ. പേജ് നമ്പർ 52-ൽ ജോൺ ഡ്രൈഡൻ എന്ന് പറയുന്ന ആ ഒരു പോർഷനിൽ നമുക്ക് താഴേക്ക് വരുമ്പോൾ കാണാം The Hind and the Panther 1687 an allegorical defense on the Roman Catholic Church എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വരി കാണാം. സോ ആ ഒരു വരിയിൽ നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? നെയിം ദ അലിഗറി റിട്ടൺ ബൈ ഡ്രൈഡൻ ഇൻ ഡിഫൻസ് ഓഫ് ദ റോമൻ കാത്തലിക് ചർച്ച്. റോമൻ കാത്തലിക് ചർച്ചിനെ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് ജോൺ ഡ്രൈഡൻ എഴുതിയിട്ടുള്ള അലിഗറി ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആ ക്വസ്റ്റ്യന്റെ ആൻസർ ദ ഹിന്ദ് ആൻഡ് ദ പാന്തർ. എഴുതിയിരിക്കുന്ന വർഷം കൂടെ എഴുതാം, വേണമെങ്കിൽ എഴുതാം, വേണ്ടെങ്കിൽ എഴുതണ്ട. 1687 1687 ആ ഒരു വർക്ക് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പോ ഇതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസറും. Question, name the allegory written by Dryden in defense of the Roman Catholic Church, and answer the Hind and the Panther 1687. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിരിക്കുന്നത് നെയിം ദ പാസ്റ്ററൽ എലിജി ബൈ ജോൺ മിൽട്ടൺ. ജോൺ മിൽട്ടൺ എഴുതിയിരിക്കുന്ന പാസ്റ്ററൽ എലിജി ഏതാണ് എന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അതിന്റെ ആൻസർ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 49-നകത്ത് നമുക്ക് തന്നിട്ടുണ്ട്. ലൈസിഡാസ് എന്ന് പറയുന്ന വർക്കാണ് ആ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ. ലൈസിഡാസ്, അതായത് നമ്മുടെ ആ ഒരു പേജ് നമ്പർ 49-ൽ സെക്കൻഡ് പാരഗ്രാഫില് 5th ലൈൻ, അതിനകത്ത് ലൈസിഡാസ് 1637 എ പാസ്റ്ററൽ എലിജി ഓൺ ദ അൺടൈംലി ഡെത്ത് ഓഫ് ഹിസ് കോളേജ് മേറ്റ് എഡ്വേർഡ് കിങ്. നമ്മുടെ ജോൺ മിൽട്ടന്റെ കോളേജിൽ കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ എഡ്വേർഡ് കിങ് എന്ന് പറയുന്ന വ്യക്തിയുടെ അൺടൈംലി ഡെത്തിലുള്ള ഒരു എലിജി, ഒരു പാസ്റ്ററൽ എലിജിയാണ് 1637 പുറത്തിറക്കിയ ലൈസിഡാസ് എന്ന് പറയുന്ന വർക്ക്. അപ്പൊ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? നെയിം ദ പാസ്റ്ററൽ എലിജി ബൈ ജോൺ മിൽട്ടൺ. ആൻസർ ലൈസിഡാസ് 1637 1637 ലൈസിഡാസ് ആണ് ജോൺ മിൽട്ടന്റെ പാസ്റ്ററൽ എലിജി. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ, ഹൂ വെർ ദ വിക്സ്. ആരാണ് വിക്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന് ടെക്സ്റ്റിനകത്ത് നമുക്ക് ആ ഒരു റെസ്റ്റോറേഷൻ പറയുന്ന പോർഷനകത്ത് പേജ് നമ്പർ 46-നകത്ത് ആ ഒരു വിക്സ് ആൻഡ് ടോറീസ് ഉണ്ടായി വരുന്ന ആ ഒരു കാര്യം പറയുന്നുണ്ട്. സോ അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ സ്വന്തം വാക്കിൽ ഉത്തരം എഴുതുക. അതായത് എന്താണ്, ദ വിക്സ് വേറെ എന്താണ് പൊളിറ്റിക്കൽ പാർട്ടി ദാറ്റ് ഫോം ഡ്യൂറിങ് ദ അല്ലെങ്കിൽ പോസ്റ്റ് റെസ്റ്റോറേഷൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയല്ലോ ഒക്കെ എഴുതുക. നിങ്ങളുടെ ഇഷ്ടത്തിന് ഒരു വരിയിൽ, ഒരു ചെറിയൊരു വരിയിൽ എഴുതുക. വലിച്ചു നീട്ടി എഴുതാൻ പോകരുത്, വെറുതെ സമയം കളയാനായിട്ട് നിൽക്കരുത്. അപ്പോൾ ഹൂ വെർ ദ വിക്സ് എന്ന് വെച്ചാൽ ദ വിക്സ് വേർ പൊളിറ്റിക്കൽ പാർട്ടീസ് ദാറ്റ് ഫോംഡ് ഇൻ ദ പോസ്റ്റ് റെസ്റ്റോറേഷൻ ഇംഗ്ലണ്ട് എന്ന് വല്ലതും ഒക്കെ എഴുതി അത് അവിടെ വിട്ടേക്കുക. കാരണം നമുക്ക് എസ്സേ ഒക്കെ എഴുതാനായിട്ട് പിന്നെ ഒരുപാട് സമയം വേണ്ടി വരും. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നിരിക്കുന്നത് നെയിം ദ സറ്റയർസ് ഓഫ് പോപ്പ് ദ ലാംപൂൺസ് ദ ഹാക്ക് റൈറ്റേഴ്സ് ഓഫ് ഗ്രബ് സ്ട്രീറ്റ് എന്ന് പറയുന്ന ആ ഒരു ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നത്. അതായത് ആ ഒരു എന്താണ് ഹാക്ക് റൈറ്റേഴ്സ് ഓഫ് ഗ്രബ് സ്ട്രീറ്റിനെ ലാംപൂൺ ചെയ്തുകൊണ്ട് പോപ്പ് എഴുതിയിട്ടുള്ള സറ്റയർ ഏതാണ്, അല്ലെങ്കിൽ സറ്റയർസ് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതിന് പേജ് നമ്പർ 64-ൽ അലക്സാണ്ടർ പോപ്പിനെ കുറിച്ച് നമുക്ക് തരുന്നുണ്ട്. ആ ഒരു പോർഷനിൽ പേജ് നമ്പർ 65-നകത്ത് അദ്ദേഹത്തിന്റെ സറ്റയർസ് ആയിട്ട് എപ്പിസ്റ്റൽ ടു ഡോക്ടർ ആർബുത്നോട്ട് 1735, an essay on man 1731-5, and the Dunkard, a satire on dullness in 3 books 1728. സോ ഇങ്ങനെ 3 വർക്ക്സ് ആണ് അദ്ദേഹത്തിന്റെ സറ്റയർസ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് ആ ഒരു 3 സറ്റയർസിന്റെ നെയിം ഇവിടെ എഴുതാം. സോ ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നിരിക്കുന്നത് നെയിം ദ ഇയർ ഇൻ വിച്ച് ദ ലിറിക്കൽ ബാലഡ്സ് വർ പബ്ലിഷ്ഡ്. ലിറിക്കൽ ബാലഡ്സ് പബ്ലിഷ് ചെയ്ത വർഷം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആ ഒരു വർഷം പേജ് നമ്പർ 77-ലാണ് തന്നിരിക്കുന്നത്. 1798 ആണ്, 1798 ആണ് ലിറിക്കൽ ബാലഡ്സ് പബ്ലിഷ് ചെയ്ത വർഷം. ലിറിക്കൽ ബാലഡ്സ് എന്ന് പറയുന്നത് വേർഡ്സ്വർത്തും കോളറിഡ്ജും കൂടെ ചേർന്ന് പബ്ലിഷ് ചെയ്ത ഒരു വർക്കാണ്. നമ്മുടെ ആ ഒരു ഇംഗ്ലീഷ് റൊമാൻറ്റിക് മൂവ്മെന്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു വർക്കിന്റെ ലിറിക്കൽ ബാലഡ്സിന്റെ പബ്ലിക്കേഷനോട് കൂടിയാണ്. അപ്പൊ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നെയിം ദ ഇയർ ഇൻ വിച്ച് ദ ലിറിക്കൽ ബാലഡ്സ് വർ പബ്ലിഷ്ഡ്. 1798 1798 ആണ് ആ ഒരു വർഷം. പേജ് നമ്പർ 77-നകത്തുണ്ട് ആ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് തന്നിരിക്കുന്നത് വിച്ച് ഇസ് ദ ഫസ്റ്റ് ഗോത്തിക് നോവൽ ഇൻ ഇംഗ്ലീഷ്. ഇംഗ്ലീഷിലെ ആദ്യ ഗോത്തിക് നോവൽ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആ ക്വസ്റ്റ്യന്റെ ആൻസർ
ദ കാസ്റ്റിൽ ഓഫ് ഒട്രാൻഡോ 1764 ബൈ ഹൊറേസ് വാൾപോൾ. ഹൊറേസ് വാൾപോളിന്റെ ദ കാസ്റ്റിൽ ഓഫ് ഒട്രാൻഡോ എന്ന് പറയുന്ന 1764 വർക്കാണ് ദ ഫസ്റ്റ് ഇംഗ്ലീഷ് ഗോത്തിക് നോവൽ എന്ന് പറയുന്നത്. അതിന്റെ ആൻസർ പേജ് നമ്പർ 85 ഉള്ളത്. 85 ഗോത്തിക് നോവൽ എന്ന് പറയുന്ന ആ ഒരു സെക്ഷനകത്ത് തന്നിട്ടുണ്ട്. ദ കാസ്റ്റിൽ ഓഫ് ഒട്രാൻഡോ 1764 ഹൊറേസ് വാൾപോളിന്റെ ദ കാസ്റ്റിൽ ഓഫ് ഒട്രാൻഡോ ആണ് ദ ഫസ്റ്റ് ഗോത്തിക് നോവൽ ഇൻ ഇംഗ്ലീഷ്. അപ്പോ ഇതാണ് നമ്മുടെ 7ാമത്തെ ക്വസ്റ്റ്യൻ. ഇനി 8ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നിരിക്കുന്നത് നെയിം ദ നിയോ ക്ലാസിക്കൽ ട്രാജഡി റിട്ടൺ ബൈ ഡോക്ടർ സാമുവൽ ജോൺസൺ. ഡോക്ടർ സാമുവൽ ജോൺസൺ എഴുതിയിട്ടുള്ള നിയോ ക്ലാസിക്കൽ ട്രാജഡിയുടെ പേരെന്ത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിന്റെ ആൻസർ പേജ് നമ്പർ 69 ഡോക്ടർ സാമുവൽ ജോൺസന്റെ ആ ഒരു പോർഷനകത്ത് ഐറീൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. The tragedy Irene 1736 is designed on the neoclassical model. 1736 പുറത്തിറക്കിയ ഐറീൻ എന്ന് പറയുന്ന ആ ഒരു ട്രാജഡി ആണ് നിയോ ക്ലാസിക്കൽ മോഡലില് തയ്യാറാക്കിയിട്ടുള്ള ഡോക്ടർ സാമുവൽ ജോൺസന്റെ ഒരു ട്രാജഡി എന്ന് പറയുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? നെയിം ദ നിയോ ക്ലാസിക്കൽ ട്രാജഡി റിട്ടൺ ബൈ ഡോക്ടർ സാമുവൽ ജോൺസൺ. അതിന്റെ ആൻസർ ഐറീൻ ആണ്. IRENE ഐറീൻ 1736 1736. ഇനി 9ാമത്തെ ചോദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത് which is the Gothic novel that combines Gothic tale and fables of ideas using epistolary narrative. Epistolary narrative യൂസ് ചെയ്ത് ഗോത്തിക് ടെയിലിനെയും ഫേബിളിന്റെ ഐഡിയാസിനെയും കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ഗോത്തിക് നോവൽ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, എപ്പിസ്റ്റോളറി നറേറ്റീവ് സ്റ്റൈലില് എഴുതിയിട്ടുള്ള ഒരു ഗോത്തിക് ടെയിലിനെയും ഫേബിൾ ഓഫ് ഐഡിയാസിനെയും കമ്പൈൻ ചെയ്തുകൊണ്ടുള്ള ഗോത്തിക് നോവൽ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ ആൻസർ നമുക്ക് ആ ഒരു ഗോത്തിക് നോവലിന്റെ സൈഡില് മേരി ഷെല്ലിയുടെ ഫ്രാങ്കൻസ്റ്റൈൻ എന്ന് പറയുന്ന വർക്കാണ്. 1818 പബ്ലിഷ് ചെയ്ത ഫ്രാങ്കൻസ്റ്റൈൻ എന്ന് പറയുന്ന മേരി ഷെല്ലിയുടെ വർക്കാണ് ഈ ചോദ്യത്തിന്റെ ആൻസർ. അപ്പൊ ക്വസ്റ്റ്യൻ which is the Gothic novel that combines Gothic tale and fable of ideas using epistolary narrative. Answer Frankenstein 1818 written by Mary Shelley. And last question, അതായത് ആ ഒരു സെക്ഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ 10th ക്വസ്റ്റ്യൻ, നെയിം ആൻ ആന്റി സെന്റിമെന്റൽ കോമഡി ബൈ ഒളിവർ ഗോൾഡ്സ്മിത്ത്. ഒളിവർ ഗോൾഡ്സ്മിത്തിന്റെ ആന്റി സെന്റിമെന്റൽ കോമഡി ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ ആൻസർ പേജ് നമ്പർ 60 60ാമത്തെ പേജിലാണുള്ളത്. ആ ഒരു വർക്കിന്റെ പേരാണ് ഷീ സ്റ്റൂപ്സ് ടു കോൺകർ. അത് നമുക്ക് തന്നിരിക്കുന്നത് ആ ഒരു 60ാമത്തെ പേജില് ആ ഒരു ടോപ്പ് പോർഷനിൽ തന്നെ തന്നിട്ടുണ്ട്. ഒളിവർ ഗോൾഡ്സ്മിത്ത് ഷീ സ്റ്റൂപ്സ് ടു കോൺകർ 1773 എന്ന് പറയുന്ന ആ ഒരു പോർഷനിൽ തന്നിട്ടുണ്ട്. അപ്പോ അതാണ് നമുക്ക് ആദ്യത്തെ 10 ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ആദ്യത്തെ 10 ചോദ്യങ്ങൾ നമുക്ക് ഒന്നുകൂടെ ഒന്ന് നോക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചത് എന്തായിരുന്നു? വിച്ച് ഫോം ഓഫ് ഡ്രാമ ഡെൽറ്റ് വിത്ത് ലവ് ഇൻട്രീഗ്സ്? എന്റെ ആൻസർ റെസ്റ്റോറേഷൻ കോമഡി ഓർ ദ കോമഡി ഓഫ് മാനേഴ്സ്. രണ്ടാമത്തെ ചോദ്യം ചോദിച്ചത് നെയിം ദ അലിഗറി റിട്ടൺ ബൈ ഡ്രൈഡൻ ഇൻ ഡിഫൻസ് ഓഫ് ദ റോമൻ കാത്തലിക് ചർച്ച്. ആൻസർ ദ ഹിൻഡ് ആൻഡ് ദ പാന്തർ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നെയിം ദ പാസ്റ്ററൽ എലിജി ബൈ ജോൺ മിൽട്ടൺ. ആൻസർ ലൈസിഡാസ് 1637. Fourth question, who were the Whigs? The Whigs are a political party or the political group that originated in the post-Restoration period in England. അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിരിക്കുന്നത് നെയിം ദ സറ്റയർസ് ഓഫ് പോപ്പ് ദാറ്റ് ലാംപോൺസ് ദ ഹാക്ക് റൈറ്റേഴ്സ് ഓഫ് ഗ്രബ് സ്ട്രീറ്റ്. ആൻസർ എപ്പിസ്റ്റൽ ടു ഡോക്ടർ ആർബുത്നോട്ട് 1735, an essay on man 1731-5, the Dunciad 1728. സോ ഇതാണ് ഇതിന്റെ ആൻസർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ആറാമത്തെ ചോദ്യം നെയിം ദ ഇയർ ഇൻ വിച്ച് ദ ലിറിക്കൽ ബാലഡ്സ് വെർ പബ്ലിഷ്ഡ്. എന്റെ ആൻസർ എന്ന് പറയുന്നത് 1798 ആണ്. 1798 ആണ് അത് പബ്ലിഷ് ചെയ്തത്. വില്യം വേർഡ്സ്വർത്തും അതുപോലെ തന്നെ സാമുവൽ ടൈലർ കോളറിഡ്ജും രണ്ടുപേരും കൂടെ ചേർന്ന് പബ്ലിഷ് ചെയ്ത ഒരു വർക്കാണ് നമ്മുടെ ലിറിക്കൽ ബാലഡ് എന്ന് പറയുന്നത്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ വിച്ച് ഈസ് ദ ഫസ്റ്റ് ഗോത്തിക് നോവൽ ഇൻ ഇംഗ്ലീഷ്. ഇംഗ്ലീഷിലെ ആദ്യ ഗോത്തിക് നോവൽ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ ആൻസർ ദ കാസ്റ്റിൽ ഓഫ് ഒട്രാൻഡോ 1764 ബൈ ഹൊറേസ് വാൾപോൾ. ഹൊറേസ് വാൾപോളിന്റെ 1764 ദ കാസ്റ്റിൽ ഓഫ് ഒട്രാൻഡോ ആണ് ഫസ്റ്റ് ഇംഗ്ലീഷ് ഗോത്തിക് നോവൽ എന്ന് പറയുന്നത്.
8th question, name the neoclassical tragedy written by Dr. Samuel Johnson. സാമുവൽ ജോൺസൺ എഴുതിയിട്ടുള്ള നിയോ ക്ലാസിക്കൽ ട്രാജഡി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻഡ് ആൻസർ ഐറീൻ, IRENE, ഐറീൻ 1736. അടുത്തത് 9th question, which is the Gothic novel that combines Gothic tale and fable of ideas using epistolary narrative. എപ്പിസ്റ്റോളറി നറേറ്റീവ് യൂസ് ചെയ്ത് ഗോത്തിക് ടെയിലിനെയും ഫേബിൾ ഓഫ് ഐഡിയാസിനെയും കമ്പൈൻ ചെയ്തുകൊണ്ടുള്ള ഒരു ഗോത്തിക് നോവൽ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ ആൻസർ ഫ്രാങ്കൻസ്റ്റൈൻ 1818, 1818 ഫ്രാങ്കൻസ്റ്റീൻ എന്ന് പറയുന്ന മേരി ഷെല്ലിയുടെ ഗോത്തിക് നോവലാണ് ഈ ഒരു പരിപാടി ചെയ്യുന്നത്. ഇനി 10th ക്വസ്റ്റ്യൻ, നെയിം ആൻ ആന്റി സെന്റിമെന്റൽ കോമഡി ബൈ ഒളിവർ ഗോൾഡ്സ്മിത്ത്. ഒളിവർ ഗോൾഡ്സ്മിത്ത് എഴുതിയിട്ടുള്ള ഒരു ആന്റി സെന്റിമെന്റൽ കോമഡി ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഷീ സ്റ്റൂപ്സ് ടു കോൺകർ. ഇനി നമ്മൾ നോക്കാൻ പോണത് രണ്ടാമത്തെ സെക്ഷനിലേക്കാണ്. രണ്ടാമത്തെ സെക്ഷൻ, ആൻസർ എനി 8 each in a short paragraph not exceeding 50 words. അപ്പൊ നമുക്ക് എല്ലാവർക്കും പറ്റുന്ന ഒരു അബദ്ധമുണ്ട് ഈ ഒരു പോർഷനകത്ത്. നമ്മൾ എന്ത് ചെയ്യും, ഒരുപാട് സമയം ചെലവഴിക്കുന്ന, ചിലപ്പോൾ നമുക്ക് വളരെ അറിയാവുന്ന ഒരു പോർഷൻ ആയിരിക്കും, പക്ഷെ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഒരുപാട് എഴുതും. നിങ്ങൾ എത്ര എഴുതിയാലും ഈ ഒരു ക്വസ്റ്റ്യനിൽ ഓരോ ചോദ്യത്തിനും 2 മാർക്ക് വീതമേ കിട്ടത്തുള്ളൂ, അത് ഓർമ്മ വേണം. അതുകൊണ്ട് ഒരുപാട് സമയം ഇതിന് ചെലവഴിക്കാതിരിക്കുക. ഒരുപാട് സമയം ഇവിടെ ചെലവഴിച്ചാലും നിങ്ങൾക്ക് എസ് എഴുതാൻ പറ്റാത്ത അവസ്ഥയായി പോകും. അതുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ആ ഒരു ചെറിയൊരു ഷോർട്ട് പാരഗ്രാഫ് എന്ന് പറയുന്നത് അവിടെ ഷോർട്ട് പാരഗ്രാഫ് മാത്രമേ എഴുതാവൂ, വലിച്ചു വാരി എഴുതാതിരിക്കുക. ഈ ഒരു സെക്ഷനകത്ത് നമുക്ക് 12 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഈ 12 ചോദ്യത്തിൽ നിന്ന് ഏതെങ്കിലും 8 എണ്ണത്തിന് ഉത്തരം എഴുതുക. ഓരോ ചോദ്യത്തിനും 2 മാർക്ക് വീതമാണ്. അങ്ങനെ 8 × 2 16 മാർക്കാണ് ഈ ഒരു സെക്ഷനിൽ നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഈ ഒരു സെക്ഷനിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എസ്സേസ് ഓഫ് എലിയ എന്നുള്ള ആ ഒരു ടോപ്പിക്കാണ്. എസ്സേസ് ഓഫ് എലിയ എന്ന് പറയുന്ന ഒരു ടോപ്പിക് എന്നിട്ട് അതിനെ കുറിച്ച് എഴുതുക, ഒരു ഷോർട്ട് പാരഗ്രാഫ് അതിനെ കുറിച്ച് എഴുതുക, 2 മാർക്കിന് എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ആൻസർ പേജ് നമ്പർ 84-നകത്താണുള്ളത്. 84-ലാണ് ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ഉള്ളത്. 84-നകത്ത് ചാൾസ് ലാംബിന്റെ പോർഷനകത്താണ് ഈ ഒരു ഇത് കിടക്കുന്നത്. അതിന്റെ ലാസ്റ്റ് നോക്കുക, ചാൾസ് ലാംബിന്റെ പോർഷനിൽ ലാസ്റ്റ് നോക്കുക. ലാംബ് ഈസ് നോൺ ഫോർ ഹിസ് എസ്സേ ദാറ്റ് കംപ്രൈസ്ഡ് 2 volumes, Essays of Elia and the Last Essays of Elia. These essays were serialized between 1820 and 1833 in the London Magazine. They are known for their marvelous blend of personal and universal interest. Elia was the name of an Italian clerk who was Lamb's colleague at the South Sea House. അപ്പൊ ഇത്രയും മാത്രം എഴുതിയാൽ മതി. ഈ ഒരു എന്താണ് എസ്സേസ് ഓഫ് എലിയ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ചാൾസ് ലാംബ് എഴുതിയിട്ടുള്ള ഒരു വർക്കാണ്. എസ്സേസ് ഓഫ് എലിയയും അതുപോലെ തന്നെ ദ ലാസ്റ്റ് എസ്സേസ് ഓഫ് എലിയ എന്ന് പറയുന്ന മറ്റൊരു വർക്കും. ഈ വർക്ക് 1980-ലാണ് എസ്സേസ് ഓഫ് എലിയ പബ്ലിഷ് ചെയ്യുന്നത്. ലണ്ടൻ മാഗസീനിലാണ് പബ്ലിഷ് ചെയ്യുന്നത്. എലിയ എന്ന് പറയുന്നത് ഒരു ഇറ്റാലിയൻ ക്ലർക്കിന്റെ പേരാണ്. ലാംബിന്റെ കൂടെ സൗത്ത് സീ ഹൗസിൽ ഉണ്ടായിരുന്ന ഒരു കൊളീഗിന്റെ പേരാണ് ഈ ഒരു എലിയ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വർക്കിന്റെ പ്രത്യേകത, ദേ ആർ നോൺ ഫോർ ദെയർ മാർവലസ് ബ്ലെൻഡ് ഓഫ് പേഴ്സണൽ ആൻഡ് യൂണിവേഴ്സൽ ഇൻട്രസ്റ്റ്. ഇത്രയും മാത്രം എഴുതിയാൽ മതി, ആ ഒരു 3 വരി അത്ര മാത്രം എഴുതിയാൽ മതി. എന്തൊക്കെയാണ് ആ ഒരു പോർഷനിലെ? Lamb is known for his essays that comprise 2 volumes, Essays of Elia and the Last Essays of Elia. Last Essays of Elia എഴുതിയില്ലേലും കുഴപ്പമില്ല, നമ്മുടെ ചോദ്യം മാത്രം ആൻസർ ചെയ്യുക. And these essays were serialized between 1820 and 1833 in the London Magazine. എവിടെയാണ് പബ്ലിഷ് ചെയ്തത് എന്നുള്ളത് മെൻഷൻ ചെയ്യണം, ലണ്ടൻ മാഗസിൻ ആണ്. And they are known for their marvelous blend of personal and universal interest. ആ ഒരു വരി വിട്ടുപോകരുത്. Elia was the name of an Italian clerk who was Lamb's colleague at the South Sea House. ഇത്രയും മാത്രം എഴുതിയാൽ മതി, 2 മാർക്ക് ഷുവർ ആണ്. ഇനി 12ാമത്തെ ചോദ്യം, അതായത് അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് ജോൺ ഡ്രൈഡൻ ആണ്. ജോൺ ഡ്രൈഡനെ കുറിച്ചുള്ള ആ ഒരു ചോദ്യത്തിന്റെ ആൻസർ പേജ് നമ്പർ 52-നകത്താണുള്ളത്. 52-ാമത്തെ പേജിനകത്താണ് അതിന്റെ ആൻസർ ഉള്ളത്. പേജ് നമ്പർ 52-ല് ജോൺ ഡ്രൈഡനെ കുറിച്ചൊരു വലിയൊരു പോർഷൻ തന്നെ കൊടുത്തിട്ടുണ്ട്. അത്രയൊന്നും നമ്മൾ എഴുതണ്ട. എഴുതുമ്പോൾ വളരെ ഷോർട്ട് ആക്കി ആ ഒരു ആൻസർ, ചോദ്യത്തിനുള്ള ആൻസറിന്റെ മാർക്ക് അനുസരിച്ച് മാത്രം എഴുതുക. എഴുതുമ്പോൾ എന്ത് ചെയ്യുക, ആ ഒരു ആദ്യത്തെ വരികൾ, ഡ്രൈഡൻ വാസ് ദ റെപ്രസെന്റേറ്റീവ് റൈറ്റർ ഓഫ് ഹിസ് ഏജ്. ഹി ലേഡ് ദ ഫൗണ്ടേഷൻ ഓഫ് ദ നിയോ ക്ലാസിക്കൽ ഓർ ദ കറക്റ്റ് സ്കൂൾ ഓഫ് പോയട്രി ലേറ്റർ പെർഫെക്റ്റഡ് ബൈ അലക്സാണ്ടർ പോപ്പ്. ആ ലേറ്റർ പെർഫെക്റ്റഡ് ഒന്നും വേണ്ട. പിന്നെ അതിനകത്ത് എഴുതാനുള്ളത്, ഡ്രൈഡൻ സ്റ്റാർട്ടഡ് ഹിസ് ലിറ്റററി കരിയർ ഓൺ എ പോയറ്റിക് നോട്ട് ദാറ്റ് ടെമ്പറലി എൻഡഡ് വിത്ത് ആനസ് മിറാബിളസ് 1667 which gives an account of the Great Fire of London. പിന്നെ ഉള്ളത്,
His fame as a poet rests upon the four satirical poems Absalom and Achitophel, 1691, a satirical allegory in heroic couplets, The Medal, 1692, another political poem, Macflugno, in 1682, a stinging personal lampoon, The Hind and the Panther, 1687, an allegorical defense on the Roman Catholic Church. Dryden punctuated his poetic career with critical essays incorporated in the dedications and prefaces. His prose style was direct and lucid. ഇനി 13ാമത്തെ ക്വസ്റ്റ്യൻ, ദ എൻക്ലോഷർ മൂവ്മെന്റ്. ദ എൻക്ലോഷർ മൂവ്മെന്റിനെ കുറിച്ച് പേജ് നമ്പർ 57, അതായത് മൊഡ്യൂൾ 2 ചാപ്റ്റർ 1 ദ 18th സെഞ്ചുറി എന്ന് പറഞ്ഞ് തന്നിരിക്കുന്ന പോർഷന്റെ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ട് പേജ് നമ്പർ 57 സെക്കൻഡ് പാരഗ്രാഫ്. അതായത് ഡ്യൂറിംഗ് ദ റെസ്റ്റോറേഷൻ പീരീഡ് ദ പ്രോസസ് ഓഫ് ലാൻഡ് എൻക്ലോഷർ വാസ് പ്രിവാലന്റ് ആസ് എ മെഷർ ഓഫ് അഗ്രികൾച്ചർ ഇംപ്രൂവ്മെന്റ്. The process combined open fields, the commons and the hills into large farms and entered the system of agricultural farming in open fields. The enclosed land was restricted to an owner or a partnership of owners. The Parliamentary Enclosure Act strengthened this process and hastened the urbanization of England. The shift from the small independent farmers to tenant farmers with large farms deprived the former of their farms. Eventually, these dislocated farmers relocated into cities to eke out a living. അപ്പോൾ ഈ ഒരു സാധനമാണ് ഇതിന്റെ ആൻസർ ആയിട്ട് എഴുതാനുള്ളത്. ദ എൻക്ലോഷർ മൂവ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് പേജ് നമ്പർ 57 സെക്കൻഡ് പാരഗ്രാഫ്. ഇനി അടുത്ത ചോദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 14, യങ് റൊമാൻറ്റിക്സ് ആണ്. ഈ യങ് റൊമാൻറ്റിക്സിനെ കുറിച്ച് തന്നിരിക്കുന്നത് പേജ് നമ്പർ 18 82 ആണ്. അതായത് പേജ് നമ്പർ 80 82. അത് രണ്ട് ഭാഗത്തു നിന്നും നിങ്ങളുടെ ഔചിത്യം അനുസരിച്ച് കമ്പൈൻ ചെയ്ത് എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ എഴുതുമ്പോൾ നമുക്ക് യങ് റൊമാൻറ്റിക്സിനെ കുറിച്ച് മാത്രമാണ് ചോദിച്ചിരിക്കുന്നത്. സോ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു യങ് റൊമാൻറ്റിക്സിന് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. അതായത് പേജ് നമ്പർ 18 സെക്കൻഡ് പാരഗ്രാഫ്. ദ പോയട്രി ഓഫ് ദ ഏർലി റെവല്യൂഷണറി പീരീഡ് ഡിഫേഴ്സ് കൺസിഡറബിളി ഇൻ ടോൺ ഫ്രം ദാറ്റ് ഓഫ് ദ ലേറ്റ് റെവല്യൂഷണറി പീരീഡ്. ദസ് ദ റൊമാൻറ്റിക് പോയറ്റ്സ് ഹാവ് ബീൻ ഗ്രൂപ്ഡ് ഇൻ ടു 2 എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, ദ ഓൾഡർ റൊമാൻറ്റിക്സ് ആൻഡ് ദ യങ് റൊമാൻറ്റിക്സ്. എന്നിട്ട് ഓൾഡർ റൊമാൻറ്റിക്സിനെ കുറിച്ച് എഴുതണ്ട, കാരണം 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. നേരെ എന്ത് ചെയ്യുക, യങ് റൊമാൻറ്റിക്സിനെ കുറിച്ച് എഴുതുക. The younger group or the second generation comprising George Gordon Byron, Percy Bysshe Shelley and John Keats എന്ന് എഴുതുക. പിന്നെ നമുക്ക് ആ ഒരു യങ് റൊമാൻറ്റിക്സിനെ കുറിച്ച് പേജ് നമ്പർ 82 ചെറുതായിട്ട് തന്നിട്ടുണ്ട്. ബൈറൺ, ഷെല്ലി ആൻഡ് കീറ്റ്സ് were born during the later stage of the revolution. This stage was marked by apathy, indifference, disappointment and restlessness. Thus there is a marked difference between the poems of the younger romantics and those of the older. ഇത്രയും എഴുതി വെക്കുക. 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. സോ അതിന് ഇത്ര മതി. ഇനി 15ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഗോത്തിക് നോവലിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. ഗോത്തിക് നോവലിനെ കുറിച്ച് എഴുതാനായിട്ട് പേജ് നമ്പർ 85 ഗോത്തിക് നോവലിനെ കുറിച്ച് തന്നിട്ടുള്ളത്. ആ ഒരു ചെറിയൊരു പോർഷൻ, ദ ഗോത്തിക് നോവൽ ഈസ് അനദർ ലിറ്റററി ജനറ ദാറ്റ് എസ്റ്റാബ്ലിഷ് ഇറ്റ്സെൽഫ് ഇൻ ദ 18th century. Horace Walpole's The Castle of Otranto 1764 is the first Gothic novel in English. A typical Gothic novel is set in a gloomy castle where the supernatural and the irrational loom menacingly in an atmosphere of evil and hidden dangers. അത്രയും എഴുതിയിട്ട് വേണമെങ്കിൽ മേരി ഷെല്ലിയെ കുറിച്ച് ഒരു ചെറിയ റെഫറൻസും കൂടെ അവിടെ കൊടുക്കാം. അതുപോലെ തന്നെ ഫ്രാങ്കൻസ്റ്റൈൻ എന്ന് പറയുന്ന വർക്കിനെ കുറിച്ചും ഒരു ചെറിയ റെഫറൻസ് അവിടെ വേണമെങ്കിൽ കൊടുക്കാം. ഒരു ബാക്കപ്പ്, ഒരു റെയിൻഫോഴ്സിംഗ് ആയിട്ട് അതും കൂടെ നമുക്ക് വേണമെങ്കിൽ അവിടെ വെക്കാം. സോ അതാണ് ഗോത്തിക് നോവലിന്റെ പോർഷൻ. ഇനി 16ാമത്തെ ചോദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത് പ്യൂരിറ്റാനിസം ആണ്. പ്യൂരിറ്റാനിസം എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ വാരി വലിച്ച് എഴുതാനായിട്ട് നിൽക്കും, കാരണം ചിലപ്പോൾ നമുക്ക് അറിയാവുന്നത് അത് മാത്രമായിരിക്കും. അപ്പൊ നമ്മൾ നന്നായിട്ട് പഠിച്ചിട്ട് പോകുന്നത് പ്യൂരിറ്റാനിസം ആയതുകൊണ്ട് തന്നെ പ്യൂരിറ്റാനിസത്തിനെ കുറിച്ച് എസ് എഴുതുന്നത് പോലെ എഴുതി വെക്കും. നിങ്ങൾ എത്ര എഴുതിയാലും ഒരു കാര്യം ഓർക്ക്, 2 മാർക്ക് ക്വസ്റ്റ്യൻ എത്ര പോയാലും 2 മാർക്കേ തരത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് പ്യൂരിറ്റാനിസത്തെ കുറിച്ച് വലിച്ചു വാരി എഴുതാൻ നിൽക്കരുത്. എന്ത് എഴുതുക, പേജ് നമ്പർ 45 പ്യൂരിറ്റാനിസത്തെ കുറിച്ച് ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്, ഫസ്റ്റ് പാരഗ്രാഫ്. സോ ആ ഒരു പാരഗ്രാഫിലുള്ള കുറച്ച് കാര്യങ്ങൾ, അതായത് പ്യൂരിറ്റാനിസം sought to purify the Church of England of the remnants of Roman Catholic popery. The Puritans became known for their spirit of religious and moral earnestness. The Puritan regime insists on a life of purity, simplicity, and prayers, served to stem the joys and vitality of Englishmen. Severe curbs were imposed on forms of pleasure such as singing, dancing, drinking, and all kinds of merrymaking. Theatres were closed and stage plays were prohibited. The Puritans had made men eat religion with their bread till the taste of it sickened them. So അത്ര എഴുതിയാൽ മതി, നമുക്ക് വലിച്ചു വാരിയൊന്നും എഴുതണ്ട. എസ്സേക്കോ അല്ലെങ്കിൽ 4 മാർക്ക് ക്വസ്റ്റ്യനൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഈ പോർഷൻ മൊത്തം എഴുതണം. പക്ഷെ ഇത് 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ പ്യൂരിറ്റാനിസം എന്താണ്, പ്യൂരിറ്റൻസ് ആരാണ് എന്നൊക്കെയുള്ള കാര്യം ചെറുതായിട്ടൊന്ന് എഴുതി മാത്രം പോയാൽ മതി ഈ ഒരു ക്വസ്റ്റ്യനിൽ.
17ാമത്തെ ക്വസ്റ്റ്യൻ, അതായത് അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എസ്സയിസ്റ്റ് ഓഫ് ദ റൊമാൻറ്റിക് ഏജ്. റൊമാൻറ്റിക് ഏജിലെ എസ്സയിസ്റ്റുകളെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ ആൻസർ പേജ് നമ്പർ 84-നകത്തുണ്ട്. 84-ല് ദ എസ്സേ എന്ന് പറയുന്ന ആ ഒരു പോർഷൻ തന്നിട്ടുണ്ട്. അതുപോലെ ചാൾസ് ലാംബും തന്നിട്ടുണ്ട്. അപ്പൊ എസ്സേ എന്ന് പറഞ്ഞ് തന്നിരിക്കുന്ന ആ ഒരു പോർഷൻ, ദ റിയാക്ഷൻ അഗൻസ്റ്റ് ദ സ്റ്റിഫ്ലിംഗ് 18th century conventions is seen in the genre of the essay too. The personal essay became the dominant form. Thomas D. Quincy, Charles Lamb, and William Hazlitt are the popular essayists of the age. These writers brought novelty in the matter and manner of the essay, writing about ordinary clerks, clumsy sweeps, and prize fighters in a subjective and impressionistic style. സോ ഈ ഒരു ചെറിയ ആ ഒരു എസ്സേ എന്ന് പറഞ്ഞു തന്നിരിക്കുന്ന ആ ഒരു ചെറിയൊരു പാരഗ്രാഫ് മാത്രം ഇവിടെ എഴുതുക. അടുത്ത ക്വസ്റ്റ്യൻ 18th ക്വസ്റ്റ്യൻ, ദി എൻലൈറ്റൻമെന്റ് എന്ന് പറയുന്ന ആ ഒരു പോർഷൻ ആണ് 18th ക്വസ്റ്റ്യൻ ആയിട്ട് തന്നിരിക്കുന്നത്. പേജ് നമ്പർ 63 ആണ് അതിന്റെ ആൻസർ. പേജ് നമ്പർ 63, അതായത് മൊഡ്യൂൾ 3 ചാപ്റ്റർ 1 ദി എൻലൈറ്റൻമെന്റ് എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ആ ഒരു വലിയൊരു പോർഷനിൽ 2 മാർക്കിന് എത്ര എഴുതാൻ തോന്നുന്നോ അത്ര എഴുതുക. ഒരുപാട് എഴുതി സമയം കളയരുത്. വാച്ച് കരുതിയേക്ക് എക്സാമിന് പോകുമ്പോൾ സമയം നോക്കി അതിനനുസരിച്ച് മാത്രം എഴുതുക. ഇനി 19ാമത്തെ ചോദ്യം തന്നിരിക്കുന്നത് ദ ടാറ്റിലർ എന്നാണ്. ടാറ്റിലർ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോൾ കൺഫ്യൂസിങ് ആവും. അത് ടെക്സ്റ്റ് വായിക്കുന്നവർക്ക് അത് എളുപ്പം കിട്ടാൻ ചാൻസ് ഉള്ളൂ. പേജ് നമ്പർ 66-നകത്താണ് ആ ഒരു ടാറ്റിലറിനെ കുറിച്ച് പറയുന്നത്. പേജ് നമ്പർ 66-ല് റിച്ചാർഡ് സ്റ്റീൽ ആൻഡ് ജോസഫ് അഡിസൺ എന്ന് പറയുന്ന ആ ഒരു പോർഷൻ, ആ ഒരു പേജിന്റെ ലാസ്റ്റ് പോർഷനകത്ത്, in 1709 Richard Steele launched the Tatter, a journal that was intended to supplement the news sheets thrice a week. Its purpose was to expose the false arts of life, to pull out of disguises of cunning, vanity, and affectations. Assuming the pseudonym Bickerstaff, Steele wrote on current events, political and literary disputes, the fine gentlemen and ladies, the humors of society, the new books and the play. അപ്പോൾ ആൻഡ് എന്താണ്, ലേറ്റർ ജോസഫ് എഡ്സൺ ആൻഡ് ഒക്കേഷണലി അതർ റൈറ്റേഴ്സ് ടു കോൺട്രിബ്യൂട്ടഡ് ടു ദ ടാറ്റിലർ. ദോ ദ ടാറ്റിലർ ബിക്കേം വെരി പോപ്പുലർ, ഇറ്റ് സീസ് പബ്ലിക്കേഷൻ ഇൻ 1711. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ടാറ്റിലറിനെ കുറിച്ച് എഴുതാനായിട്ടുള്ളത്. ഇപ്പോൾ ടാറ്റിലറിനെ കുറിച്ച് മേജർ ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് നമുക്ക് ഇതിനകത്തൊന്നും ഒഴിവാക്കാനായിട്ടുള്ളതില്ല, മാത്രമല്ല അത് കുറച്ചല്ലേ ഉള്ളൂ. അപ്പൊ 2 മാർക്കിന് ഇത്രയും എഴുതാം. അപ്പൊ ടാറ്റിലറിനെ കുറിച്ച് റിച്ചാർഡ് സ്റ്റീലിന്റെ ആ ഒരു പോർഷനകത്താണുള്ളത്. പേജ് നമ്പർ 66. റിച്ചാർഡ് സ്റ്റീൽ 1709 തുടങ്ങിയ അദ്ദേഹത്തിന്റെ ഒരു ജേർണലാണ് ദ ടാറ്റിലർ എന്ന് പറയുന്നത്. ആ ടാറ്റിലർ എന്താണ്, ത്രൈസ് എ വീക്ക്, ആഴ്ചയിൽ 3 തവണയായിരുന്നു പബ്ലിഷ് ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് അതിന്റെ ആ ഒരു പർപ്പസ് നമ്മൾ പറഞ്ഞു, എക്സ്പോസ് ദ ഫാൾസ് ആർട്സ് ഓഫ് ലൈഫ് ടു പുൾ ഔട്ട് ഓഫ് ഡിസ്ഗൈസ് ഓഫ് ദ കണ്ണിങ്, വാനിറ്റി ആൻഡ് അഫക്ടേഷൻസ്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എഴുതി 2 മാർക്കിന് എഴുതാൻ പറ്റുന്ന രീതിയിൽ അത് എഴുതുക. അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് തന്നിരിക്കുന്നത് ഹീറോയിക് ഡ്രാമ എന്ന് പറയുന്ന പോർഷൻ ആണ്. ഹീറോയിക് ഡ്രാമ എന്ന് പറയുന്നത് നമ്മുടെ ഹീറോയിക് പ്ലേ അഥവാ റെസ്റ്റോറേഷൻ ട്രാജഡി എന്ന് പറയുന്ന ആ ഒരു പോർഷൻ ആണ്. അപ്പൊ പേജ് നമ്പർ 54-നകത്തുണ്ട്. അപ്പൊ ആ ഒരു പോർഷനിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കാര്യത്തിനുള്ള ആൻസർ എഴുതാം. 2 മാർക്കിനാണെന്നുള്ളത് ഓർമ്മയിൽ വെച്ചിട്ട് വേണം ആൻസർ എഴുതാനായിട്ട്. അപ്പൊ അടുത്ത ചോദ്യമായിട്ട് തന്നിരിക്കുന്നത്, അതായത് ചോദ്യം നമ്പർ 21 ആയിട്ട് ചോദിച്ചിരിക്കുന്നത് ക്ലാരിസയാണ്. ക്ലാരിസയെ കുറിച്ച് പേജ് നമ്പർ 72-ലാണ് ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത്. സാമുവൽ റിച്ചാർഡ്സണിന്റെ പോർഷൻ, പേജ് നമ്പർ 72-ല് സാമുവൽ റിച്ചാർഡ്സണിന്റെ പോർഷനകത്താണ് തന്നിരിക്കുന്നത്. ക്ലാരിസ appeared in 8 volumes in 1748. Clarissa is Richardson's masterpiece and is also one of the greatest of 18th century novels. The epistolary method suited Richardson because he recorded the moment-to-moment emotional changes in the midst of the moral struggle his protagonist faced. All at the same, Richardson's novels are lengthy, repetitive, and the repetitions are insignificant details. അപ്പൊ ഇതിനകത്ത് നമുക്ക് ഈ ഒരു റിച്ചാർഡ്സന്റെ റൈറ്റിംഗ് സ്റ്റൈൽ പോലെയാണ് തന്നിരിക്കുന്നത്. അത് നമ്മൾ എന്ത് ചെയ്യുക, നേരെ ക്ലാരിസയുടെ റൈറ്റിംഗ് സ്റ്റൈലായിട്ട് തട്ടുക. അപ്പൊ അതാണ് ക്വസ്റ്റ്യൻ നമ്പർ 21 ക്ലാരിസയെ കുറിച്ച് പറയാനുള്ളത്. നമ്മുടെ സാമുവൽ റിച്ചാർഡ്സണിന്റെ 1748-ല് 8 വോളിയൂംസിലായിട്ട് പബ്ലിഷ് ചെയ്തിട്ടുള്ള അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസ് എന്നറിയപ്പെടുന്ന ഒരു നോവലാണ് ക്ലാരിസ. ഇനി അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 22 ആണ്. ഡോക്ടർ സാമുവൽ ജോൺസൺ എന്നാണ് തന്നിരിക്കുന്നത്. അതിന്റെ ആൻസർ പേജ് നമ്പർ 69-നകത്താണുള്ളത്. പേജ് നമ്പർ 69-ല് ഡോക്ടർ സാമുവൽ ജോൺസൺ എന്ന് പറഞ്ഞിട്ടൊരു പോർഷൻ തന്നെയുണ്ട്. ആ ഒരു പോർഷനിൽ നിന്ന് നിങ്ങൾക്ക് 2 മാർക്കിന് എത്ര എഴുതാൻ തോന്നുന്നു അത്രയും എഴുതുക.
അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ആ ഒരു പോർഷനകത്ത് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസിന്റെ പോർഷനാണ്. അതിനകത്ത് 12 ചോദ്യങ്ങളിൽ നിന്ന് ഏതെങ്കിലും 8 എണ്ണത്തിന് ഒരു ചെറിയ പാരഗ്രാഫിൽ 50 വാക്കിൽ കവിയാതെ ചെറിയ പാരഗ്രാഫിൽ ഉത്തരം എഴുതുക എന്നാണ്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എസ്സേസ് ഓഫ് എലിയ, സെക്കൻഡ് ക്വസ്റ്റ്യൻ ജോൺ ഡ്രൈഡൻ, 13th question the enclosure movement, 14th question younger romantics, 15th question Gothic novel, 16th question Puritanism, 17th question essayist of the Romantic age, 18th question the Enlightenment, 19th question the Tatler, 20th question heroic drama, 21st question Clarissa, 22nd question Dr. Samuel Johnson. അപ്പോൾ ഇത്രയുമാണ് ആ ഒരു പോർഷൻ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മൂന്നാമത്തെ പോർഷൻ ആണ്. മൂന്നാമത്തെ പോർഷൻ അതായത് റൈറ്റ് എനി 6 ഈച്ച് ഇൻ എ പാരഗ്രാഫ് നോട്ട് എക്സീഡിങ് 100 വേർഡ്സ്. 100 വാക്കിൽ കവിയാതെ ഏതെങ്കിലും 6 എണ്ണത്തിന് ഒരു പാരഗ്രാഫിൽ ഉത്തരം എഴുതുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഈ ഒരു പോർഷനകത്ത് നമുക്ക് 9 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ഈ 9 ചോദ്യങ്ങളിൽ നിന്ന് ഏതെങ്കിലും 6 എണ്ണത്തിന് ഉത്തരം എഴുതുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നിരിക്കുന്നത്. ഓരോ ചോദ്യത്തിനും 4 മാർക്കാണ്. അങ്ങനെ 6 × 4 24 മാർക്കാണ് ഈ ഒരു പോർഷനിൽ നിന്ന് കിട്ടുന്നത്. അപ്പൊ ഈ ഒരു പോർഷനിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിരിക്കുന്നത് ഡാനിയൽ ഡീഫോയെ കുറിച്ചാണ്. ഡാനിയൽ ഡീഫോന്റെ ആൻസർ പേജ് നമ്പർ 66 തന്നിട്ടുണ്ട് ടെക്സ്റ്റിനകത്ത്. അപ്പോൾ പേജ് നമ്പർ 66 ഡാനിയൽ ഡീഫോ എന്ന് പറഞ്ഞ് തന്നിരിക്കുന്ന ആ ഒരു പോർഷൻ മുഴുവനും നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ എഴുതേണ്ടതായിട്ട് വരും. കാരണം 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്, അത്യാവശ്യമൊക്കെ എഴുതേണ്ടുന്ന ഒരു പോർഷൻ ആണ്. അപ്പൊ ആ ഒരു പാരഗ്രാഫ് മൊത്തം എഴുതുക. ഡാനിയൽ ഡീഫോ പേജ് നമ്പർ 66 അത് മൊത്തം എഴുതുക. ഇനി 24ാമത്തെ ചോദ്യം വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് റെസ്റ്റോറേഷൻ പ്രോസ് എന്നാണ്. റെസ്റ്റോറേഷൻ പ്രോസിനെ കുറിച്ച് തന്നിരിക്കുന്നത് പേജ് നമ്പർ 52 പ്രോസ് എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്. ആ പാരഗ്രാഫ് മുഴുവനായിട്ടും എഴുതുക, ഒരു പോയിന്റ് മിസ്സാക്കാതെ എഴുതുക. ഒപ്പം വേണമെങ്കിൽ ആ ഒരു റെസ്റ്റോറേഷൻ ഏജിന്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സും കൂടെ എന്ത് ചെയ്യുക, അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത് ആ ഒരു കോണ്ടെക്സ്റ്റ് മാറിപ്പോവാത്ത രീതിയിൽ ഇൻക്ലൂഡ് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് എഴുതാവുന്നതാണ്. ഇനി 25ാമത്തെ ചോദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത് റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ 18th century സറ്റയറിസ്റ്റ്. 18th century സറ്റയറിസ്റ്റുകളെ കുറിച്ചൊരു ഷോർട്ട് നോട്ട് എഴുതുക എന്നാണ്. ആൻസർ പേജ് നമ്പർ 67 to 74 67 67 മുതലാണ് ആ ക്വസ്റ്റ്യന്റെ ആൻസർ കൊടുത്തിട്ടുള്ളത്. അപ്പൊ പേജ് നമ്പർ 67 ലാസ്റ്റ് പോർഷനിൽ സറ്റയർ എന്ന് പറഞ്ഞിട്ട് ഒരു പോർഷൻ വരുന്നുണ്ട്. സോ ആ ഒരു പോർഷൻ തൊട്ട് നമുക്ക് 72 വരെ ഉള്ള കുറച്ച് സറ്റയറിനെ കുറിച്ചും സറ്റയറിസ്റ്റുകളെ കുറിച്ചും തന്നിട്ടുണ്ട്. സോ അതിൽ നിന്ന് ആൾക്കാരെ കുറിച്ച് ചെറിയ ചെറിയ പോയിന്റ്സ് എടുത്തിട്ട് മൊത്തം എഴുതാൻ നിൽക്കരുത്, അത് ഒരുപാട് വരും. എസ്സേക്കുള്ളത് അത്രയും വരും. അത്രയൊന്നും എഴുതാൻ നിൽക്കാതെ എന്ത് ചെയ്യുക, 4 മാർക്കിന് എത്രയാണോ വേണ്ടുന്നത് അതനുസരിച്ച് എല്ലാവരെ കുറിച്ചും ഒന്ന് മെൻഷൻ ചെയ്ത് പറഞ്ഞ് പോവുക. സോ അതാണ് ആ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ 18th century സറ്റയറിസ്റ്റ്. ഇനി 26ാമത്തെ ചോദ്യമായിട്ട് ചോദിച്ചിരുന്നത് അലക്സാണ്ടർ പോപ്പിനെ കുറിച്ചാണ്. 26ാമത്തെ ചോദ്യം 64ാമത്തെ പേജിലാണ് അതിന്റെ ആൻസർ. പേജ് നമ്പർ 64 അലക്സാണ്ടർ പോപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്. സോ ആ ഒരു പാരഗ്രാഫ് കംപ്ലീറ്റ് ആയിട്ട് എഴുതുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് 27th ക്വസ്റ്റ്യൻ ആഡിസൺ ആൻഡ് സ്റ്റീൽ. ആ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ പേജ് നമ്പർ 66 ലാസ്റ്റ് പോർഷനിൽ വരുന്നുണ്ട്. റിച്ചാർഡ് സ്റ്റീൽ ആൻഡ് ജോസഫ് അഡിസൺ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ദ സ്പെക്ടേറ്ററിനെ കുറിച്ചും ദ ടാറ്റ്ലറിനെ കുറിച്ചും ഒക്കെ വരുന്ന ആ ഒരു പോർഷൻ. സോ ആ ഒരു പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് എഴുതാനായിട്ട് ശ്രമിക്കുക. കംപ്ലീറ്റ് ആയിട്ട് അല്ലെങ്കിൽ അതിൽ നിന്ന് വേണ്ടുന്ന പോയിന്റ്സ്, ആ ടാറ്റ്ലറിനെ വിട്ടുപോകരുത്, അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ദ സ്പെക്ടേറ്ററിനെ വിട്ടുപോകരുത്. അത്തരത്തിലുള്ള കാര്യങ്ങൾ, അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഒന്നും മിസ്സാവാത്ത രീതിയിൽ ആ പോയിന്റ്സിനൊക്കെ ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിൽ ആൻസർ എഴുതുക. സോ അതാണ് ക്വസ്റ്റ്യൻ നമ്പർ 27 അഡിസൺ ആൻഡ് സ്റ്റീൽ ആൻഡ് ആൻസർ പേജ് നമ്പർ 66 ഉണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിരുന്നത് കോമഡി ഓഫ് മാനേഴ്സ് ആണ്. 28th ക്വസ്റ്റ്യൻ. ആ 28th ക്വസ്റ്റ്യൻ കോമഡി ഓഫ് മാനേഴ്സിന്റെ ആൻസർ പേജ് നമ്പർ 54 കോമഡി ഓഫ് മാനേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ റെസ്റ്റോറേഷൻ കോമഡിയെ കുറിച്ചാണ് പറയുന്നത്. റെസ്റ്റോറേഷൻ കോമഡിയുടെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ആ ഒരു പോർഷനിൽ പേജ് നമ്പർ 54 നമ്മൾ കാണുന്നതാണ്. സോ അതാണ് എന്റെ ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 29 മെറ്റാഫിസിക്കൽ പോയിറ്റ്സിനെ കുറിച്ചാണ്. മെറ്റാഫിസിക്കൽ പോയിറ്റ്സിനെ കുറിച്ച് നമുക്ക് പേജ് നമ്പർ 49 ഒരു ചെറിയൊരു പാരഗ്രാഫ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. ആ പാരഗ്രാഫ് മുഴുവനായിട്ടും എഴുതുക. അതിന്റെ കൂടെ നിങ്ങൾക്ക് നെറ്റിൽ സെർച്ച് ചെയ്തോ അല്ല ഗൈഡിൽ വെച്ച് പഠിച്ചതോ ഒക്കെ ആയിട്ട് എന്തെങ്കിലും അറിയാമെങ്കിൽ അതും കൂടെ എഴുതുക. 4 മാർക്കുള്ള ക്വസ്റ്റ്യൻ ആണെന്നുള്ളത് ഓർത്ത് അതിനനുസരിച്ചുള്ള രീതിയിൽ എന്ത് ചെയ്യുക, വലിച്ചു നീട്ടി എഴുതി എത്തിക്കുക.
ഇനി 30ാമത്തെ ചോദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത് റൂസോയെ കുറിച്ചാണ്. റൂസോയെ കുറിച്ച് നമ്മുടെ ഫ്രഞ്ച് റെവല്യൂഷന്റെ പോർഷനിൽ പേജ് നമ്പർ 78 to 79 ആ ഒരു പോർഷനകത്താണ് പറയുന്നത്. അപ്പോൾ ആ ഒരു റൂസോയെ കുറിച്ചുള്ള ഒരു പോർഷൻ അതാണ്. അതിൽ നിന്ന് റൂസോയെ കുറിച്ച് 4 മാർക്കിന് വേണ്ടുന്നത് എന്താന്ന് വെച്ചാൽ അതെടുത്ത് എഴുതുക. അത് ടെക്സ്റ്റ് വായിച്ച് പഠിച്ചിട്ട് പോകുന്നവർക്ക് മാത്രം ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എളുപ്പം അറ്റൻഡ് ചെയ്യാൻ പറ്റൂ. ഇനി 31ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിരിക്കുന്നത് ബൈറൺസ് പോയട്രി, ലോർഡ് ബൈറന്റെ പോയട്രിയെ കുറിച്ചാണ്. പേജ് നമ്പർ 82 അതിന്റെ ആൻസർ. പേജ് നമ്പർ 82. പേജ് നമ്പർ 82 ജോർജ് ഗോർഡൻ ബൈറൺ എന്ന് പറഞ്ഞിട്ട് ഒരു പോർഷൻ ഉണ്ട്, ഒരു പാരഗ്രാഫ് ഉണ്ട് യങ് റൊമാൻറ്റിക്സിന് തൊട്ട് താഴെ. സോ ആ ഒരു പോർഷൻ മൊത്തം പഠിച്ചെഴുതുക. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, നമ്മുടെ ആ ഒരു യങ് റൊമാൻറ്റിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പോർഷനും കൂടെ ചെറുതായിട്ടൊന്ന് ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 4 മാർക്കിനുള്ള അത്രയും കണ്ടന്റ് എഴുതി എത്തിക്കാൻ പറ്റും. സോ ഇതാണ് നമ്മുടെ 4 മാർക്കിന്റെ ചോദ്യങ്ങളുടെ ആ ഒരു പോർഷൻ. ഓരോ ചോദ്യത്തിനും 4 മാർക്ക്, അങ്ങനെ 6 ചോദ്യത്തിന് ഉത്തരം എഴുതുക. 9 ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. ടോട്ടൽ 6 into 4 24 മാർക്സ് ആണ് ഈ ഒരു പോർഷനിൽ നിന്ന് വരുന്നത്. ആ ഒരു പോർഷനിലെ 23rd ക്വസ്റ്റ്യൻ ഡാനിയൽ ഡീഫോ, 24th ക്വസ്റ്റ്യൻ വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് റെസ്റ്റോറേഷൻ പ്രോസ്, 25th ക്വസ്റ്റ്യൻ റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദ 18th century satirist, 26th question Alexander Pope, 27th question Addison and Steele, 28th question Comedy of Manners, 29th question Metaphysical Poets, 30th question Rousseau and 31st question Byron's Poetry. അപ്പോൾ ഇത്രയുമാണ് ചോദ്യങ്ങൾ. ടെക്സ്റ്റ് വായിച്ചിട്ട് നല്ലപോലെ അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റൂ എന്ന് നിങ്ങൾക്കൊരു ഏകദേശ ബോധ്യം ഉണ്ടായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമ്മൾ നോക്കാൻ പോണത് ലാസ്റ്റ് പോർഷനാണ്. അതായത് ഈ ഒരു ക്വസ്റ്റ്യൻ ഫോർമാറ്റിന്റെ 4th പോർഷനിലേക്കാണ്, എസ്സേസിന്റെ പോർഷനിലേക്കാണ്. ആൻസർ എനി 2 ഈച്ച് ഇൻ അബൌട്ട് 2 or 3 pages. 2-3 പേജിൽ ഉത്തരം എഴുതുക എന്നാണ് പറഞ്ഞിരിക്കുന്നതെങ്കിലും എക്സാമിന് 5 പേജിൽ ഉത്തരം എഴുതുകയാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, വാല്യൂ ചെയ്യുന്ന സമയത്ത് 15 മാർക്കിന്, ഒരു 10 മാർക്കിന് അടുത്തെങ്കിലും ടീച്ചേഴ്സ് മാർക്ക് ഇട്ട് തരത്തുള്ളൂ. അത് ഡിഗ്രി ഇംഗ്ലീഷിന്റെ ഒരു ശാപം കിട്ടിയ ഒരു പ്രശ്നമാണ്. എന്താണെന്ന് അറിയില്ല. ടീച്ചേഴ്സ് ഒരു കാലത്തും ഒരിക്കലും എന്ത് ചെയ്യില്ല, 15-ന് 15 മാർക്കും എങ്ങനെയൊക്കെ എഴുതിയാലും ഇട്ട് തരത്തില്ല. ഒരു 8 മുതൽ 10 മാർക്ക് വരെയൊക്കെ പ്രതീക്ഷ മതി. മാക്സിമം പോയാൽ അത്രയും നല്ല ടീച്ചേഴ്സ് ആണെങ്കിൽ, അത്രയും നല്ല മൂഡിലിരുന്നാണ് മാർക്ക് എഴുതുന്നതെങ്കിൽ, നിങ്ങൾ അത്രയും നന്നായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ ഒരു 12 മാർക്ക് വരെ മാത്രം പ്രതീക്ഷിച്ചാലും മതി. സോ അങ്ങനത്തെ ഒരു പോർഷൻ ആണ്. ഇങ്ങനത്തെ 4 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട് എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട്. ഇതിൽ ഏതെങ്കിലും 2 എണ്ണത്തിന് ഉത്തരം എഴുതുക. അങ്ങനെ 2 into 15 30 മാർക്സ്, 30 മാർക്കാണ് ഈ ഒരു പോർഷനിൽ നിന്ന് വരുന്നത്. എല്ലാവർക്കും പ്രശ്നം പറ്റുന്ന ഒരു പോർഷൻ ആണിത്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ 2 മാർക്കിന്റെയും 4 മാർക്കിന്റെയും ഒക്കെ പോർഷൻ നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് കാണും. അപ്പൊ അതിൽ നമ്മൾ കൂടുതൽ സമയം കൊടുക്കും. അങ്ങനെ കൊടുത്തിട്ട് ലാസ്റ്റ് വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, എസ്സേ എഴുതാനായിട്ടുള്ള സമയം തികയാതെ വരും. അപ്പോ എക്സാമിന് നമ്മൾ എസ്സേ എഴുതാനായിട്ട് ഇരിക്കുമ്പോൾ 15 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. അപ്പൊ ഒരു ക്വസ്റ്റ്യന് 30 മിനിറ്റ് എന്ന കണക്കിൽ 1 മണിക്കൂർ ഈ 2 എസ്സേ ക്വസ്റ്റ്യന് വേണ്ടി മാറ്റി വെച്ചിരിക്കണം. ഒരു എസ്സേ ക്വസ്റ്റ്യന് 30 മിനിറ്റ് മാറ്റി വെച്ചിരിക്കണം. അങ്ങനെ തന്നെ വേണം എക്സാമിന് എഴുതാനായിട്ട്. അപ്പൊ 1 മണിക്കൂർ ആ ഒരു എസ്സേക്ക് പോകും. അപ്പൊ 28 മാർക്ക് മതി പാസ്സാവാൻ. പിന്നെ ഈ ഒരു എസ്സേ എഴുതി കഴിഞ്ഞാൽ കുറച്ച് ആ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസും കൂടെ എഴുതുമ്പോൾ തന്നെ നിങ്ങൾക്ക് പാസ് ആവാനുള്ളത് കിട്ടും. സോ അതുകൊണ്ട് എസ്സേസ് വിട്ടുപോകരുത്. 30 മാർക്കാണ് ഒറ്റയടിക്ക് പോകുന്നത്. അത് വിട്ടുപോയാൽ അപ്പൊ അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് പറ്റുമെങ്കിൽ മാക്സിമം നിങ്ങൾ എസ്സേ ആദ്യം എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം 2 എസ്സേസ് എഴുതി കഴിയുമ്പോൾ നിങ്ങളൊരു സേഫ് സോണിൽ എത്തും. സോ ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ് എസ്സേ എന്ന് പറയുന്നത്. ഇനി എസ്സേ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലത്. അപ്പോൾ റൈറ്റ് എനി 2 ഈച്ച് ഇൻ അബൌട്ട് 2 or 3 pages. ആ 2 or 3 പേജ് ഒന്നും നോക്കണ്ട, മാക്സിമം എത്ര എഴുതാൻ പറ്റുമോ അത്രയും എഴുതുക. അതിനകത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ദ പ്യൂരിറ്റൻ ഇന്ററക്നം ആൻഡ് ദ റെസ്റ്റോറേഷൻ എറ ബൈ ഫോക്കസിംഗ് ഓൺ ദ ലിറ്റററി പേഴ്സണാസ് ആൻഡ് ദ സോഷ്യൽ കോണ്ടെക്സ്റ്റ്. അതായത് നമ്മുടെ പ്യൂരിറ്റൻ ഇന്ററക്നത്തെ കുറിച്ചും അതുപോലെ തന്നെ നമ്മുടെ റെസ്റ്റോറേഷൻ ഏജിനെ കുറിച്ചും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ലിറ്ററേച്ചറിനെയും അല്ലെങ്കിൽ ലിറ്റററി പേഴ്സണാലിറ്റീസിനെയും അതുപോലെ തന്നെ സൊസൈറ്റിയെയും സോഷ്യൽ കോണ്ടെക്സ്റ്റിനെയും ഒക്കെ ബേസ് ചെയ്തിട്ട് കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ചെയ്യുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ആൻസർ നമുക്ക് പേജ് നമ്പർ 44 to 46, ടെക്സ്റ്റിലെ പേജ് നമ്പർ 44 to 46 ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അതായത് ആ ഒരു ഇന്ററക്നം എന്ന് പറയുന്ന ആ ഒരു പോർഷൻ തൊട്ട് ആ ഒരു ചാപ്റ്റർ തീരുന്നത് വരെയുള്ള ആ ഒരു പോർഷൻ, അത് അത്രയും എന്ത് ചെയ്യുക, നിങ്ങൾ കാണാതെ പഠിച്ച് വ്യക്തമായിട്ട് എഴുതുക. അത് ചിലപ്പോൾ എസ്സേക്ക് ആ ഒരു 4 പേജൊന്നും തികയുന്നില്ല എങ്കിൽ നിങ്ങൾ നെറ്റിലൊക്കെ സെർച്ച് ചെയ്തിട്ടുള്ളതോ അല്ലെങ്കിൽ ടീച്ചേഴ്സ് ക്ലാസ്സിൽ പഠിപ്പിച്ചതിന്റെ ഓർമ്മയിലുള്ളതോ നിങ്ങൾ ഗൈഡിൽ നോക്കിയിട്ടുള്ളതോ അങ്ങനെ നിങ്ങൾക്ക് എന്തൊക്കെ അറിയാമോ അത്രയും കാര്യങ്ങളും എസ്സേയിൽ കൊണ്ടുവച്ച് എഴുതുക. 30 മാർക്കാണ് 2 എസ്സേ ക്വസ്റ്റ്യൻ. അപ്പോൾ
അത് സീരിയസ് ആയിട്ട് തന്നെ എടുക്കുക. 33ാമത്തെ ചോദ്യമായിട്ട് ചോദിച്ചിരുന്നത് ഹൗ ഡിഡ് ദ എൻലൈറ്റൻമെന്റ് ഷേപ്പ് ദ ലിറ്റററി സെൻസിബിലിറ്റീസ് ഓഫ് ദ 18th സെഞ്ചുറി എന്നാണ്. അതിന്റെ ആൻസർ പേജ് നമ്പർ 63 to 64. അതായത് ആ ഒരു എൻലൈറ്റൻമെന്റ് എന്ന് പറഞ്ഞ് തന്നിരിക്കുന്ന ആ ഒരു പോർഷൻ മൊത്തവും അതങ്ങ് എഴുതേണ്ടി വരും. അപ്പോൾ അതാണ് നമ്മുടെ ആ ഒരു ചോദ്യത്തിന്റെ ആൻസർ. പേജ് നമ്പർ 63 to 64 ആണ് ആൻസർ. ക്വസ്റ്റ്യൻ ഹൗ ഡിഡ് ദ എൻലൈറ്റൻമെന്റ് ഷേപ്സ് ദ ലിറ്റററി സെൻസിബിലിറ്റീസ് ഓഫ് ദ 18th സെഞ്ചുറി. ഇനി അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 34, റൈറ്റ് ആൻ എസ്സേ ഓൺ ദ എമർജൻസ് ഓഫ് ദ നോവൽ ആസ് എ ലിറ്റററി ജനറ. അതിന്റെ ആൻസർ പേജ് നമ്പർ 85 നോവൽ എന്ന് പറഞ്ഞ കുറച്ച് പ്രാവശ്യം തന്നിട്ടുള്ളത്. പക്ഷെ അത് മാത്രം നോക്കി ഇരിക്കരുത്. നമുക്ക് ആ ഒരു ടെക്സ്റ്റിൽ അല്ലെങ്കിൽ ഈ ഒരു സെമസ്റ്ററിൽ നമ്മൾ എവിടെയൊക്കെ നോവലിനെ കുറിച്ച് അല്ലെങ്കിൽ നോവലിന്റെ ഒറിജിനിലേക്ക് നയിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പഠിച്ചിട്ടുണ്ടോ അതെല്ലാം എഴുതേണ്ടി വരും ഈ ഒരു ക്വസ്റ്റ്യനകത്ത്. ഇന്ന ഏരിയ ഒന്നും സ്പെസിഫിക് ആയിട്ടില്ല, പിന്നെ ഒരു സ്പെസിഫിക് ആയിട്ട് കുറച്ചെങ്കിലും കൊടുത്തിട്ടുള്ളതാണ് പേജ് നമ്പർ 85 പോർഷൻ. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ എസ്സേയുടെ 35ാമത്തെ ചോദ്യം, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ ഇൻഫ്ലുവൻസ് ഓഫ് ദ ഫ്രഞ്ച് റവല്യൂഷൻ ഓൺ ഇംഗ്ലീഷ് റൊമാൻറ്റിസിസം. ഇത് എഴുതുമ്പോൾ നമ്മൾ ഫ്രഞ്ച് റവല്യൂഷനെ കുറിച്ച് എഴുതണം, ഇംഗ്ലീഷ് റൊമാൻറ്റിക് ഏജിനെ കുറിച്ച് എഴുതണം, അതിലേക്ക് നയിച്ച കാര്യങ്ങളെ കുറിച്ച് എഴുതണം. ആ ഒരു ടോട്ടൽ ഈ ഒരു സെമ്മിൽ എന്തൊക്കെ പഠിച്ചോ അത്രയും കാര്യങ്ങളെയും കമ്പൈൻ ചെയ്ത് ഫ്രഞ്ച് റവല്യൂഷൻ ആൻഡ് ഇംഗ്ലീഷ് റൊമാൻറ്റിസിസം ഈ കോണ്ടെക്സ്റ്റിൽ എഴുതേണ്ടി വരും. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ എസ്സേ ക്വസ്റ്റ്യൻസ്. അപ്പൊ 4 ചോദ്യങ്ങളാണ് എസ്സേക്കായിട്ട് ചോദിച്ചിരിക്കുന്നത്. First one, 32nd question. Compare and contrast the Puritan interregnum and the Restoration era by focusing on the literary personas of the and the social context. 33rd question. How did the Enlightenment shapes the literary sensibilities of the 18th century? 34th question. Write an essay on the emergence of the novel as a literary genre. And 35th question. Briefly explain the influence of the French Revolution on English Romanticism. അപ്പൊ ഇത് ഇങ്ങനത്തെ 4 ചോദ്യങ്ങളിൽ നിന്ന് ഏതെങ്കിലും 2 എണ്ണത്തിന് ഉത്തരം എഴുതുക. 2 into 15 30 മാർക്ക്, 30 മാർക്ക് അവിടെ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ക്വസ്റ്റിന്റെ പാറ്റേൺ. ഇനി ക്വസ്റ്റ്യൻ എക്സാമിന് പോകുമ്പോൾ നിങ്ങൾ എടുക്കാനുള്ള കാര്യങ്ങൾ, ഹാൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കുക. കറക്റ്റ് ക്വസ്റ്റ്യൻ ഒരു ആൻസർ ഷീറ്റ് കിട്ടുമ്പോൾ തന്നെ നിങ്ങൾ എഴുതി തുടങ്ങുക. ആദ്യം എസ്സേ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. ആദ്യം എസ്സേ, പിന്നെ നമുക്ക് എന്ത് ചെയ്യുക 4 മാർക്ക്, പിന്നെ 2 മാർക്ക്, പിന്നെ 1 മാർക്ക്. ആ ഒരു പാറ്റേൺ എഴുതുക. കാരണം 1 മാർക്ക് എന്ന് പറയുന്നത് നമ്മൾ ലാസ്റ്റ് ആ ഒരു എക്സാമിന് പേപ്പറൊക്കെ വാങ്ങുന്ന സമയത്തായിരിക്കും 1 മാർക്ക് ഉണ്ട്. അപ്പൊ അടുത്തിരിക്കുന്നതിന്റെ എന്ന് ചോദിച്ചെഴുതിയാലും ചിലപ്പോൾ ടീച്ചറൊന്നും പറയത്തില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കൂടി ഉണ്ടാകാം. അപ്പോൾ സാഹചര്യം നോക്കി ക്ലാസ്സിലെ ടീച്ചറെ നോക്കിയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യുക. നിങ്ങളുടെ സെമസ്റ്റർ 2 പേപ്പറാണ് ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ. നിങ്ങൾ ഇപ്പോ എഴുതിയെടുത്താൽ എഴുതിയെടുത്തു. ഇത് സപ്ലി ആയി പോയാൽ നിങ്ങളുടെ ഊപ്പാട് വരുന്നൊരു പേപ്പറാണ്. കാരണം പിന്നീട് ഇത് പഠിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെയധികം പ്രശ്നമുള്ള ഒരു കാര്യമാണ്. സോ അത് ഓർമ്മയിൽ വെക്കുക. ആദ്യം എസ്സേ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. നിങ്ങൾക്ക് അറിയാവുന്നതോ അറിയാത്തതോ എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. കറക്റ്റ് ആയിട്ട് എഴുതുക. ഗ്രാമറും അല്ലെങ്കിൽ നല്ല ഹാൻഡ് റൈറ്റിംഗും തന്നെ എഴുതുക. ഗ്രാമർ അത്യാവശ്യമൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. നേരത്തെ പേപ്പർ കൊടുത്തിട്ട് പിന്നെ സപ്ലൈ എഴുതുക അല്ലെങ്കിൽ ഇംപ്രൂവ് ചെയ്യാന്നൊന്നും വിചാരിച്ചാലും എഴുതാൻ നിൽക്കരുത്. കറക്റ്റ് സമയത്ത് തന്നെ എഴുതുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അപ്പൊ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളും മറ്റ് നിർദ്ദേശങ്ങളും ഒക്കെ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ മറ്റു സുഹൃത്തുക്കൾക്ക് ചാനൽ ഷെയർ ചെയ്യുക.